മലങ്കര ഡാം മുന്നറിയിപ്പില്ലാതെ തുറന്നുവിട്ടു. ഇടുക്കി മലങ്കര ഡാമാണ് ജലനിരപ്പ് ക്രമീകരിക്കാൻ വേണ്ടി തുറന്നുവിട്ടിരിക്കുന്നത്. 6 ഷട്ടറുകളിൽ 5 എണ്ണം തുറന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. 5 ഷട്ടറുകളാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത്. തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളിൽ ഇതുകൊണ്ട് തന്നെ ജലനിരപ്പ് ഉയരും. തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ഈ 2 ആറുകളുടെയും തീരങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നു. രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള പ്രതികരണവും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നോ PRDയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ജലവിഭവ വകുപ്പിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഈ മലങ്കര ഡാം ഈ മൂലമറ്റം പവർ ഹൌസിലെ ജനറേഷന് ശേഷം പുറത്തേക്ക് വരുന്ന വെള്ളം കൊണ്ട് നിറയുമ്പോൾ സാധാരണ തുറക്കുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയല്ല. ഇപ്പോൾ മഴക്കാലം തുടങ്ങിയിരിക്കുകയാണ്. സാധാരണ മഴക്കാലം തുടങ്ങിയ ശേഷം ഈ മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുകയാണെങ്കിൽ അത് കൃത്യമായി ജനങ്ങളെ അറിയിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാറുള്ളതാണ്. ഇത്തവണ അത് സ്വീകരിച്ചില്ല. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പക്ഷേ മഴ പെയ്ത് തൊടുപുഴയാറിന്റെ കൈവരികളിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം അതിഭീകരമായ അളവിലാണ്. ഒരുപക്ഷേ ഈ തൊടുപുഴയാറിലും അതുപോലെ തന്നെ മൂവാറ്റുപുഴയാറിലും ജലനിരപ്പ് ഉയരാനുള്ള ഒരു സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിൽ ഇത്തരത്തിൽ മുന്നറിയിപ്പില്ലാതെ മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ കൂടി തുറന്നു കഴിഞ്ഞാൽ അത് ജനങ്ങൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ചില്ലറയായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണമെങ്കിൽ ഈ ഷട്ടറുകൾ ഈ മഴക്കാലത്ത് തുറക്കുമ്പോൾ കൃത്യമായ മുന്നറിയിപ്പ് കൊടുക്കേണ്ടതാണ്. അതിവിടെ പാലിച്ചിട്ടില്ല എന്നുള്ള ഒരു മര്യാദകേട് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. നിലവിൽ 6 ഷട്ടറിൽ 5 ഷട്ടറും ഉയർത്തിയിരിക്കുകയാണ്. തൊടുപുഴയാറിലേക്കാണ് ഈ വെള്ളം ആദ്യം ഒഴുകിയെത്തുന്നത്. പിന്നീട് അത് മൂവാറ്റുപുഴ ആറുമായിട്ട് ചേരുകയാണ്. എന്തായാലും നിലവിൽ ആശങ്കപ്പെടുത്തുന്ന അളവിലേക്ക് ജലനിരപ്പ് ഈ ആറുകളിൽ ഉയർന്നിട്ടില്ല. പക്ഷേ മഴ കനക്കുകയാണെങ്കിൽ മഴവെള്ളം കൂടി ഉയർന്നാൽ ഈ ജലനിരപ്പ് ഉയരും. അത് മൂവാറ്റുപുഴയാറിന്റെ തീരത്ത് താമസിക്കുന്നവർക്ക് എല്ലാ വർഷത്തെ പോലെയും ഈ തവണയും ആശങ്ക നേരത്തെ ഉണ്ടാക്കും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം.